സത്യത്തിൽ കോൺഗ്രസിനെ തുണച്ചത് ജാതി സെൻസസ് ആണെന്ന് പറയാതെ വയ്യ. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുണച്ച ജാതി സെൻസസ്, സംവരണ പരിധി ഒഴിവാക്കൽ എന്നീ ആവശ്യങ്ങൾ വീണ്ടും ശക്തമായി ഉയർത്തുകയാണ് കോൺഗ്രസ്. ഭരണമുന്നണിയിലുള്ള ജെഡിയുവിന്റെയും ടിഡിപിയുടെയും രാഷ്ട്രീയ നിലപാടിനനുസൃതമായി ജാതി വിഷയം ഉയർത്തി എൻഡിഎയിൽ ഭിന്നതയുണ്ടാക്കുകയാണ് ലക്ഷ്യം. ജാതി സംവരണം 50% കൂട്ടുന്നതിന് ഭരണഘടനാ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബീഹാറിലെ സംവരണ കോട്ട വർദ്ധിപ്പിക്കുന്നത് ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് ജെഡിയു നിർദ്ദേശിച്ചതിനു പിന്നാലെയാണിത്. സർക്കാർ ജോലിക്കും വിദ്യാഭ്യാസത്തിനും ജാതി സർവേയുടെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ പ്രഖ്യാപിച്ച 65% സംവരണം പട്ന കോടതി റദ്ദാക്കിയിരുന്നു. ഇത് മറികടക്കാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്നാണ് കഴിഞ്ഞ ദിവസം ജെഡിയു ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടത്. നിതീഷ് കുമാറിന്റെ ജെഡിയുവിനെ പോലെ ടിഡിപി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജാതി സെൻസസിനായി വാദിക്കുന്നയാളാണ്. 2021 ഈ ആവശ്യമുന്നയിച്ച് നായിഡു മോദിക്ക് കത്തെഴുതിയിരുന്നു. ജെഡിയു ആവശ്യമുന്നയിച്ചത് നല്ലതാണെന്നും എന്നാൽ കേന്ദ്ര സംസ്ഥാന ബിജെപി ഇക്കാര്യത്തിൽ നിശബ്ദരാണെന്നുമാണ് ജയറാം രമേശ് കുറ്റപ്പെടുത്തിയത്. നിതീഷ് ഇന്ത്യ സഖ്യത്തിനൊപ്പമുണ്ടായിരുന്നപ്പോൾ പ്രധാനമായും ഉന്നയിച്ച വിഷയങ്ങളായിരുന്നു ജാതി സെൻസസും സംവരണ പരിധിയും. ബീഹാറിൽ നിതീഷിന്റെ വോട്ട് ബാങ്ക് പൂർണ്ണമായും ജാതി വിഷയങ്ങളിലൂന്നിയാണ്. എൻഡിഎയുടെ ഭാഗമാണെങ്കിലും ജാതി സെൻസസ് ആവശ്യവും സംവരണവും ഒഴിവാക്കി മുന്നോട്ടു പോയാൽ ജെഡിയുവിന് തിരിച്ചടിയുണ്ടാകും. ജാതി സെൻസസ് രാജ്യമെങ്ങും നടത്തുമെന്ന് പറഞ്ഞാണ് നിതീഷ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വിവിധ ജാതികളുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി വേണം ആനുകൂല്യം വിതരണം ചെയ്യേണ്ടതെന്ന നിലപാടിലാണ് നായിഡുവും. തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണമെന്ന ആവശ്യവും ഇരു നേതാക്കളും ഉന്നയിച്ചിരുന്നു. എന്നാൽ മത ജാതി അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കുന്ന കാര്യത്തിൽ ബിജെപിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അതേസമയം ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് ജെഡിയു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം, സർക്കാർ രൂപീകരണം, എംപിമാരുടെ സത്യപ്രതിജ്ഞ എന്നിവയ്ക്ക് ശേഷം ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യം വീണ്ടും ജെഡിയു ഉന്നയിച്ചത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടേക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ബീഹാർ മന്ത്രിസഭ പ്രമേയം പാസാക്കിയിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രത്യേക പദവിക്ക് വേണ്ടി ദീർഘകാലമായി വാദിക്കുന്നുണ്ട്. ഈ പദവി കൈവരിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കും. കൂടാതെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, അങ്ങേയറ്റം പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവർക്കുള്ള സംവരണം 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ജെഡിയു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ബീഹാർ സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും പാട്ന ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഇത്തവണ ബിജെപിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൻഡിഎ പാളയത്തിൽ തിരിച്ചെത്തിയ ജെഡിയു ടിഡിപി കക്ഷികളുടെ പിൻബലത്തിലാണ് 3ാം എൻഡിഎ സർക്കാരിന് ബിജെപി നേതൃത്വം നൽകിയത്. ലോക്സഭയിൽ 12 സീറ്റുകൾ കൈവശമുള്ള ജെഡിയുവിന്റെ പിന്തുണയെ ആശ്രയിക്കുന്നതിനാൽ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്ന ആഹ്വാനത്തിന് ഈ സമയത്ത് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ജെഡിയു അത് മുതലാക്കുക തന്നെ ചെയ്യും.